ചിന്തിച്ചിട്ടുണ്ടോ ലോകം മുഴുവൻ ഇന്ത്യയുടെ അടുത്തേക്ക് ഒഴുകുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന്? ഇന്ത്യ ഇന്ന് വെറും ഒരു രാജ്യമല്ല, ഒരു ഗ്ലോബൽ പവർ ഹൗസ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതിയതും ചരിത്രപരവുമായ ഒരു യാത്രയെക്കുറിച്ചാണ്. ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ മുനമ്പിലാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ റൂട്ടായ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ഏത് നിമിഷവും അടയ്ക്കപ്പെട്ടേക്കാം. ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 5 രാജ്യങ്ങളിലേക്കുള്ള ചരിത്രപരമായ യാത്ര തുടങ്ങുന്നത്. മെയ് 15 മുതൽ 20 വരെ, അതായത് വെറും 6 ദിവസത്തിനുള്ളിൽ മോദി സന്ദർശിക്കുന്നത് 5 പ്രമുഖ രാജ്യങ്ങളാണ്: UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, പിന്നെ ഇറ്റലിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? കഴിഞ്ഞ 43 വർഷത്തിനിടയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പോകാത്ത ഒരിടത്തേക്ക് ഇത്തവണ മോദി പോകുന്നുണ്ട്. അത് എവിടെയാണ്? എന്താണ് ഈ യാത്രയ്ക്ക് പിന്നിലെ രഹസ്യം? നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഹൈ പ്രൊഫൈൽ യാത്രയുടെ മാപ്പ് ഒന്ന് നോക്കാം. മെയ് 15 രാവിലെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്നും വിമാനം കയറി കഴിഞ്ഞു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ആദ്യ യാത്ര. യാത്രയുടെ തുടക്കം മരുഭൂമിയിലെ സ്വർണ്ണ നാട്ടിൽ നിന്നാണ്. രണ്ടാമതായി നെതർലാൻഡ്സ്, അവിടെ നിന്ന് നേരെ, അതായത് UAE നിന്ന് നേരെ യൂറോപ്പിലെ പൂക്കളുടെ നാട്ടിലേക്ക്. പിന്നെ സ്വീഡൻ, ടെക്നോളജിയുടെയും ഇന്നൊവേഷന്റെയും കേന്ദ്രമായ സ്വീഡൻ. അടുത്തത് നാലാമതായി നോർവേ ആണ്. 43 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മോദി നോർവേയിൽ എത്തുകയാണ്. ഇനി ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ജോർജിയ മെലോണിയുമായുള്ള കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോപ്പ് നമ്മുടെ സ്വന്തം UAE. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി മോദി കൂടിക്കാഴ്ച നടത്തുന്നു. UAE ഇന്ന് ഇന്ത്യയുടെ വെറും ഒരു സുഹൃത്തല്ല, നമ്മുടെ 3rd ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണറാണ്. ഇവിടെ 2 പ്രധാന കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. ഒന്ന്, എനർജി കോഓപ്പറേഷൻ. പെട്രോളും ഗ്യാസും മാത്രമല്ല, ഇനി ഗ്രീൻ ഹൈഡ്രജനിലും സോളാർ എനർജിയിലും വമ്പൻ ഡീലുകൾ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രവാസികളായ നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. UAE മാത്രം ഏകദേശം 4.5 മില്യൺ ഇന്ത്യക്കാരുണ്ട്. അവരുടെ ക്ഷേമവും, അതായത് വെൽഫെയർ, പുതിയ വിസ നിയമങ്ങളും ഇന്ത്യ UAE ബിസിനസ് റിലേഷൻസും ഇതിൽ പ്രധാന ചർച്ചയാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ UAE യാത്ര ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കും. UAE കഴിഞ്ഞാൽ മോദി പറക്കുന്നത് നെതർലാൻഡ്സിലേക്കാണ്. 2017 ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം അവിടെ പോകുന്നത്. ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനുമായിട്ടാണ് കൂടിക്കാഴ്ച. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം നിക്ഷേപം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് നെതർലൻഡ്സ് എന്ന് പറയുന്നത്. ഏകദേശം $55.6 ബില്യൺ നിക്ഷേപം. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് വാട്ടർ മാനേജ്മെന്റും അതുപോലെ സെമി കണ്ടക്ടേഴ്സുമാണ്. വെള്ളപ്പൊക്കം തടയുന്നതിലും കൃഷിയിലും നെതർലൻഡ്സ് ലോകത്തെ തന്നെ ബെസ്റ്റാണ്. ആ ടെക്നോളജി ഇന്ത്യയിൽ എത്തിക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം. അടുത്തത് സ്വീഡൻ. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി മോദി ചർച്ച നടത്തും. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള വ്യാപാരം ഇപ്പോൾ ഏകദേശം $7.75 ബില്യൺ നിൽക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയിൽ മോദി സംസാരിക്കുമെന്നതാണ്. യൂറോപ്പിലെ വമ്പൻ കമ്പനികളുടെ CEOമാരുമായിട്ട് മോദി നേരിട്ട് സംവദിക്കും. അതായത് വമ്പൻ സ്വീഡിഷ് കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങാൻ പോകുന്നു. ഡിഫൻസ് മേഖലയിലും പുതിയ കരാറുകൾ പ്രതീക്ഷിക്കാം. ഇനിയാണ് ഈ യാത്രയിലെ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തുന്നു. ഇതൊരു സാധാരണ സന്ദർശനമല്ല. 1983 ശേഷം, അതായത് നീണ്ട 43 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ നോർവേ സന്ദർശനമാണിത്. നോർവേയിൽ വെച്ച് 3ാമത്തെ ഇന്ത്യ നോർഡിക് സമ്മിറ്റ് നടക്കുന്നു. ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ, നോർവേ എന്നീ 5 നോർഡിക് രാജ്യങ്ങളുടെയും തലവന്മാർ അവിടെയുണ്ടാകും. എന്തിനാണ് ഇങ്ങനെ ഒരു സമ്മിറ്റ്? ഗ്രീൻ എനർജി, സസ്റ്റൈനബിലിറ്റി, പിന്നെ ബ്ലൂ എക്കണോമി അഥവാ കടൽ വിഭവങ്ങളുടെ ഉപയോഗം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും കൈകോർക്കും. ഇനി ഇതിലെ പ്രധാന കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ദ ബിഗ് മണി. നോർവേയുടെ ഗവൺമെന്റ് പെൻഷൻ ഫണ്ട് GPFG ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഏകദേശം $28 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപം ഇനിയും വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ നോക്കുന്നത്. യാത്രയുടെ അവസാന ലാപ്പിൽ മോദി എത്തുന്നത് ഇറ്റലിയിലാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായുള്ള മോദിയുടെ കെമിസ്ട്രി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട്. എന്നാൽ അതിനപ്പുറം വലിയൊരു സ്ട്രാറ്റജിക് പ്ലാൻ ഇവിടെയുണ്ട്. ജോയിന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ 2025-2029 നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായും സംസാരിക്കുക. ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ഇപ്പോൾ $16.77 ബില്യൺ ഡിഫൻസ്, സ്പേസ്, ടെക്നോളജി എന്നീ മേഖലകളിൽ ഇറ്റലിയെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പങ്കാളിയാക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇനി ചിലർ ചോദിക്കുന്നുണ്ടാകും, രാജ്യത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര എന്ന്. സുഹൃത്തുക്കളെ, ഇതിന് പിന്നിൽ വലിയൊരു ജിയോ പോളിറ്റിക്സ് ഉണ്ട്. ഇത് സ്ട്രാറ്റജിക് ഓട്ടോണോമിയുടെ ഭാഗമാണ്.
ഇന്ത്യ EU FTA ആണ് ആദ്യം. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് FTA ഉടൻ വരാൻ പോകുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ വലിയ മാർക്കറ്റ് ലഭിക്കും. അടുത്തത് ചൈന ഫാക്ടറാണ്. സപ്ലൈ ചെയിൻ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചൈനയെ വിട്ട് ഇന്ത്യയെ നോക്കുകയാണ്. ആ അവസരം മുതലാക്കാനാണ് മോദി ഈ 5 രാജ്യങ്ങളിലും ഓടി നടക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ. ക്ലീൻ എനർജി, സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഈ രാജ്യങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഇന്ധന സുരക്ഷയാണ് ഇനി. ഗൾഫിൽ യുദ്ധം വന്നാൽ ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാകാതിരിക്കാൻ മോദി മുൻകൂട്ടി കരുക്കൾ നീക്കുന്നു. ഗ്ലോബൽ ലീഡർ ഇമേജ്. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നോർവേ സന്ദർശിക്കുന്നതിലൂടെ ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യ അവഗണിച്ച മേഖലകളെ മോദി തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വെറും ഒരു സന്ദർശനമല്ല, ന്യൂ ഇന്ത്യയുടെ ഒരു പവർ സ്റ്റേറ്റ്മെന്റ് ആണ്. UAE പ്രവാസികൾക്കും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഒരു യാത്ര. അത് ഇന്ത്യയുടെ ഇക്കണോമിയെയും ഡിഫൻസിനെയും സുരക്ഷിതമാക്കാനുള്ള ഒരു വലിയ പ്ലാനിന്റെ ഭാഗമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.